ഇപ്പൊ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇറാനിൽ നടക്കുന്ന കലാപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പല പല സ്ഥലത്ത് പല പല സമയങ്ങളിലായിട്ട് ഈ ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും അവിടെയുള്ള സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ മറിച്ചിടുകയും അതിനുശേഷം ഒരു എന്താണ് ഒപ്പോസിഷൻ കറന്റ്ലി അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൽ എന്താണ് ഒപ്പോസിഷൻ ആയിട്ടുണ്ടായിരുന്നത് അവരെ ഭരണത്തിൽ കൊണ്ടുവരികയും ഇങ്ങനെയൊക്കെ ചെയ്ത് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളിൽ കൂടി ഈ വൻകിട മുതലാളിത്ത ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പലതരത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. അതായത് ഇറാനില് പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, നമുക്കിപ്പോൾ ആർക്കും സാധനങ്ങളൊന്നും കൊടുക്കാനുള്ള, നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല, അപ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ഒരു സാമ്പത്തിക ഉപരോധമുള്ള ഒരു രാജ്യത്ത് സംഭവിക്കാന്നുള്ളത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടേക്ക് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല, പ്രത്യേകിച്ച് മെഡിസിൻസ് ഒക്കെ. ഇപ്പോ അടുത്ത് അൽജസീറയിൽ കണ്ട ഒരു ന്യൂസാണ്. അതിലെന്താ വെച്ചാൽ ഏകദേശം ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാൻസർ അസുഖം ആ കുട്ടിക്കുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ള മെഡിസിൻ ഇറാന് പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. ഈ സാമ്പത്തിക ഉപരോധം കാരണം ആ ഒരു മെഡിസിൻ ആ കുട്ടിക്ക് ആ അച്ഛന് വാങ്ങി കൊടുക്കാൻ സാധിക്കുന്നില്ല. ആധുനികമായിട്ടുള്ള ലോകത്തിനെ നയിക്കാൻ പോകുന്ന ചാലകശക്തിയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നടക്കാവുന്ന കേസാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ. കാരണം നമുക്കൊരു മെസ്സേജ് വരുന്നു, ആ ഒരു മെസ്സേജിന്റെ പുറത്ത് ഇപ്പൊ ജെൻസി കലാപം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഈ അൽഗോരിതം ഷിഫ്റ്റ് സംഭവിക്കുന്നതോട് കൂടി തന്നെ ഒരു രാജ്യം അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇറാനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവര് ഇന്റർനെറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ആ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ വൈഡ് സ്പ്രെഡ് ഉള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാനും അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവര് ഈ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ ഓൾറെഡി വെനിസ്വേല കഴിഞ്ഞു, ഇനി രണ്ടാമത് ഇറാനാണ്. ഇറാൻ കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത ടാർഗറ്റ് ചിലപ്പോൾ നമ്മളും ആയിരിക്കാം. അപ്പോ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം കേട്ട് ഒഴിവാക്കാനുള്ള സാധനമല്ല. കാരണം ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്.